തിരുവനന്തപുരം നന്തങ്കോട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ ഉടമയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ശ്രീമുരുക പടക്ക നിർമ്മാണശാലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ പടക്ക നിർമ്മാണശാല ഉടമ ബിജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് മദ്യത്തിനും പുകയിലേക്കുമുള്ള മലയാളികളുടെ ചിലവഴിക്കൽ വിഹിതം കുറഞ്ഞതായി സർവേ റിപ്പോർട്ട്. ആരൂർ ദേശീയപാതയിൽ വീണ്ടും KSRTC ബസ് കുഴിയിൽ വീണു. പത്തനംതിട്ടയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് കുഴിയിൽ വീണത്. മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്ഥിരീകരിച്ചു. നിലമ്പൂരിൽ ഒരാൾക്കും പൊന്നാനിയിൽ 3 പേർക്കുമാണ് മലമ്പനി സ്ഥിരീകരിച്ചത്. ഭൂതത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്നു. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്ത് മാര്യനാട് മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. മാര്യനാട് സ്വദേശി അലൂഷ്യസ് 45 വയസ്സുകാരാണ് മരിച്ചത്. രാവിലെ 6 മണിക്കാണ് സംഭവം ഉണ്ടായത്. ഒപ്പം ഉണ്ടായിരുന്ന 3